ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് AK അഭിലാഷാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന്. നേരെ ഇനി എറണാകുളം എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലേക്കാണ്. അഞ്ജലി ശ്രീജിതാരാജ്, ഗുഡ് മോർണിംഗ്. അഞ്ജലി എത്തിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? അഞ്ജലി വന്നതിന് ശേഷം എത്ര പേർ വന്നു? എല്ലാവരും എത്തിക്കഴിഞ്ഞോ? സുജയ, 10 മണിക്ക് മുമ്പ് നമ്മൾ എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയായപ്പോൾ ഏകദേശം 2-3 സ്റ്റാഫുകൾ മാത്രമായിരുന്നു പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായത് ഇവിടെ ഏകദേശം 15 ജീവനക്കാരാണുള്ളത്. 15 ജീവനക്കാരുള്ള ഈ പഞ്ചായത്ത് ഓഫീസിൽ 10:30യോടെയാണ് മിക്ക സ്റ്റാഫുകളും എത്തിയത്. 10 മണിയായപ്പോൾ ഏകദേശം ഒരു 3-4 സ്റ്റാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാണ് ഈ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ബോർഡ്. ഇവിടെ 15 സ്റ്റാഫുകൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈ ബോർഡ് വിവരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ അവസ്ഥ, ഇവിടെയുള്ള എല്ലാ ജീവനക്കാരും ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് നേരിട്ട് തന്നെ കണ്ട് പരിശോധിക്കാം. പഞ്ചായത്ത് ഓഫീസിൽ ആണുള്ളത്. ഇവിടെ മിക്ക സീറ്റുകളിലും ജീവനക്കാരെത്തിയിട്ടുണ്ട്. പത്തരയോടെയാണ് എല്ലാവരും എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്ക കസേരകളിലും ജീവനക്കാരുണ്ട്. എല്ലാ കസേരകളിലും ഉണ്ട്. ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ ചോദിക്കാം. എല്ലാ ജീവനക്കാരും സെക്രട്ടറി എത്തിയിട്ടില്ല, ലീവായിരിക്കും. അത് സൂപ്രണ്ടിനോട് ചോദിച്ചാൽ മതി. സെക്രട്ടറിയുടെ ഓഫീസ് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇല്ല. നേരെ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് നമുക്ക് ചോദിക്കാം. ഇവിടെ എല്ലാ ജീവനക്കാരും സമയത്തിന് എത്തിയിട്ടുണ്ടോ? അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. എല്ലാ സമയത്തും ഇവിടെ ജീവനക്കാർ 10:30 ആയപ്പോഴാണ്, അതായത് നമ്മളിവിടെ 10 മണിക്ക് എത്തിയിരുന്നു. പക്ഷേ 10:30യോടെയാണ് ജീവനക്കാരെല്ലാവരും എത്തുന്നത് കണ്ടത്. ഇപ്പോൾ 11 മണി ആവാറായി. ഇപ്പോഴൊക്കെയാണല്ലോ മുഴുവൻ ആളുകൾ നേരത്തെ എത്തുന്നവരാണ്. ഇന്നെന്താണ് പറ്റിയത്? ഇന്ന് AIC മീറ്റിങ്ങിന് പോയിരിക്കുന്നു. ഇവിടെയും ഇങ്ങനെ ആളുകൾ ഫീൽഡ് വിസിറ്റിന് അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണോ? എല്ലാ ദിവസവും അവസ്ഥയൊന്നുമല്ല, കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മാഡം എപ്പോഴാണ് എത്താറുള്ളത്? അതായത് എത്തുമ്പോഴത്തേക്ക് 10 മണി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ജില്ലയിൽ? അവിടെ നിന്ന് വരുന്നതാണ്. ട്രെയിനാണ് വരുന്നത്. എല്ലാവരും ആ രീതിയിലാണ്? എല്ലാവരും ആ രീതിയിൽ എത്താറുണ്ട്. ഏത് ട്രെയിനിലാണ് വരാറ്? ഞാൻ ജനശതാബ്ദിക്ക് വരും. മാഡത്തിനൊപ്പം തന്നെ ഇവിടെ എല്ലാവരും ഈ രീതിയിൽ പോണവരാണ്. അവർ ഈ നാട്ടുകാരല്ലേ, അപ്പോൾ പെട്ടെന്ന് അവരെത്തും. രാവിലെ ഓഫീസിൽ അവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നവരാണ്. രാവിലെ എത്തുന്നവരുണ്ട്, 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. പക്ഷേ ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ 9-9:30 നമ്മളിവിടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇവിടെ ആൾ എത്തിയിട്ടില്ല. 10 മണിയായപ്പോൾ ഏകദേശം 3 പേരാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടത്. അപ്പോൾ അതെന്താണ് അങ്ങനെ? ഇപ്പം മാഡം പറയുന്നത് വേറെ. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ വരുമ്പോഴത്തേ ഇവരെല്ലാവരും ഇവിടെ കാണും. മിക്ക ഉള്ള ആൾക്കാരും ഇവിടെ കാണേണ്ടതാണ്. ഇവിടെ എങ്ങനെയാണ്? അതായത് ഈ പഞ്ചിങ് ആണോ അല്ലെങ്കിൽ? ആയിട്ടില്ല, ഇതൊരിക്കലും ആയിട്ടില്ല. ഞാൻ പുതിയ ആളാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പഞ്ചിങ് ആയിട്ടില്ല. ആളുകളൊക്കെ നമ്മൾ, അതായത് പുറത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, അതായത് ഇവിടെ സേവനത്തിന് മീൻസ് ഇവിടെ വന്ന ആളുകളോട്. അപ്പോൾ അവർക്ക് 10 മണിയാണല്ലോ സമയം, എന്താ ഇവിടെ കഥ? അപ്പോൾ അവരും പറയുന്നത് അതാണ്, 10 മണിയായിട്ട് എത്തിയിട്ടില്ല, എന്താണെന്ന് അറിയില്ലെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിയാണ് ഇവിടെ എത്തുന്ന ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. എന്നാലും ആൾക്കാർ ഇവിടെ വേറെ പ്രശ്നങ്ങൾ, അവരെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്ത് കറക്റ്റ് എത്തുന്നവരാണ്. പക്ഷെ ഇന്ന് AIC ഒരു മീറ്റിങ്ങിന് പോയിരിക്കുന്നു. ബാക്കി എല്ലാവരും പ്രസന്റാണ്. സെക്രട്ടറി ഉണ്ടോ? എല്ലാവരും പ്രസന്റ് ആണ് എന്നാണ് സെക്രട്ടറി പറയുന്നത്. സെക്രട്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അസിസ്റ്റന്റ് സെക്രട്ടറി അവധിയിലാണെന്നാണ് സെക്രട്ടറി പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സീറ്റിൽ ആളില്ല. ഫീൽഡിലേക്ക് പോകും. സൂപ്രണ്ടിനോട് ചോദിക്കാവോ? സൂപ്രണ്ടിനോ? നമുക്ക് സൂപ്രണ്ടിന്റെ ഓഫീസിൽ. സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്ന് ദിവസവും രാവിലെ 9:30 മുന്നേ. ഇത് സൂപ്രണ്ട്. നമ്മളിവിടെ 9:30 മുന്നേ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയായപ്പോൾ 3 സ്റ്റാഫുകളാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടത്. ആളുകളൊക്കെ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 10 മണിയാണ് പറഞ്ഞത്, എന്താ എത്താത്തെന്ന് അറിയില്ലെന്നാണ്. അപ്പോൾ എന്താണ്
ഏകദേശം 10 മണിയോട് എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണി മുതലാണല്ലോ സമയം, അപ്പോൾ 10 മണി. ആ സമയത്ത് ഇവിടെ ആളുകൾ എല്ലാവരും എത്തിയിട്ടില്ല. വൈകി വന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ലീവ് ഉണ്ട്, അങ്ങനെയുള്ളതുകൊണ്ടാണ്. എത്ര പേരാ ലീവ്? വൈകി വരുന്നത് അനുവദിക്കാറുണ്ടോ? എല്ലാവരും അങ്ങനെ വരാറില്ല, എല്ലാവരും നേരത്തെ തന്നെ വരാറുണ്ട്. 3 പേരാണ് ഇപ്പോൾ ഉള്ളത് സ്ഥിരം സ്റ്റാഫിൽ. പിന്നെ ഒരാളും മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. 15 ജീവനക്കാരുണ്ടെന്നാണ് പുറത്തുള്ള ബോർഡിൽ പറയുന്നത്. 15 16 പേരാണ് നിലവിലുള്ളത്. അതിൽ ഇപ്പം ഇന്ന് വരുന്നത് 3 പേര് മാത്രമേ ലീവുള്ളൂ, ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവരും 10 മണിക്കാണോ അഞ്ജലി ഒപ്പിട്ടിരിക്കുന്നത്? അങ്ങനെ വൈകി വരാൻ ഒപ്പിട്ട സമയം ഒന്ന് നോക്കൂ അഞ്ജലി. വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് കാരണം ഒരു ലേറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒപ്പിട്ട സമയം ഒന്ന് കാണിച്ചു തരുമോ? അതെന്തോ നമുക്ക് സമയം ഇതിലുണ്ടാവില്ലല്ലോ. ഇവർ വരുന്ന സമയം രേഖപ്പെടുത്തണ്ടേ? അതായത് 10 മണി മുതൽ 5 മണി വരെയാണല്ലോ. അപ്പോൾ ഈ കൃത്യസമയത്ത് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഇതൊന്നും രേഖപ്പെടുത്തേണ്ടതില്ല. നമ്മൾ ILGMSലാണ് ഇത് കൊടുക്കുന്നത്, ക്യാഷ് ഡിക്ലറേഷന് കൊടുക്കുന്നത്. അതിലാണ് സമയമായിട്ട് വരുന്നത്. ഓൺലൈനായി ലോഗിൻ ചെയ്യുന്ന സംവിധാനം അവിടെ ആയിട്ടില്ല അഞ്ജലി, അതുകൂടി ചോദിക്കും. നമ്മൾ 10 പഞ്ചായത്തുകളിൽ ഓൺലൈനായി ലോഗിൻ ചെയ്യുന്ന സംവിധാനം, അതായത് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്യേണ്ട സംവിധാനം ഇവിടെ ആയിട്ടുണ്ടോ? ഉണ്ട്, ILGMS വഴിയാണ് ചെയ്യുന്നത്. ആ സംവിധാനം ഇവിടെ ആയിട്ടുണ്ട്. പഞ്ചിങ് അല്ല, നമുക്ക് ലോഗിൻ ചെയ്യുന്നത്, ഫയലുകൾ ചെയ്യുന്നത് ILGMS വഴിയാണ്. ഇന്ന് എത്ര പേര് വൈകിട്ടുണ്ടെന്നാണ്? ഇന്നിപ്പം വൈകി വന്നത് ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരാളാണ്. 10 മണിക്ക് എന്തായാലും എല്ലാവരും എത്തിയിട്ടില്ല, അത് ഞാൻ ഉറപ്പ് തരാം, കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടായിരുന്നു ഞാൻ നിൽക്കുന്നത്. ഒരുവിധ ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ലോഗിൻ അതിൽ വ്യക്തമാണ് അവരെ ഏത് സമയത്താണ് എത്തുക. ഓഫീസിൽ തന്നെ വന്ന് ലോഗിൻ ചെയ്യണോ? അതിൽ നമുക്ക് ക്യാഷ് ഡിക്ലറേഷൻ എപ്പോഴാണോ അതാണ് കാണാൻ പറ്റുള്ളൂ ലോഗിൻ ചെയ്യുന്ന സമയത്ത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സംവിധാനം? അതായത് ഓഫീസിൽ എത്തുമ്പോഴാണോ ലോഗിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്തിയതിനു ശേഷമാണ് ലോഗിൻ ചെയ്യുന്നത്? അതെ. സൂപ്രണ്ടിന് അറിയാൻ കഴിയില്ലേ? മീൻസ് ഇപ്പോൾ 11 മണിയോടെ അടുത്തില്ലേ, അപ്പോൾ എത്ര സ്റ്റാഫുകൾ എത്തി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. 3 ലീവ് ഒഴിച്ചിട്ട് ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഡെയിലി വേജസിൽ 2 പേര് ഇല്ലാത്തതുണ്ട്. വേറെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും, അതായത് എല്ലാവരും എത്തി പക്ഷേ 10 മണിക്ക് എത്ര പേർ എത്തി എന്നുള്ളതാണ് ചോദ്യം. 10 മണിക്ക് കൃത്യമായി എത്തിയെന്ന് ഏതെങ്കിലും ഒരു രേഖയിൽ വേണമല്ലോ. ആ ഒപ്പിടുന്ന രജിസ്റ്ററിൽ സമയം എഴുതുന്നില്ല, ഒപ്പിട്ടാണ് വരുന്നെങ്കിൽ പഞ്ചിങ് എന്തിനാണ്? കൃത്യമായി 10 മണിക്ക് എത്തിയോ എന്നറിയുന്നതിന് കൂടിയാണ് പഞ്ചിങ് രേഖയുണ്ടെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ എഴുതി ഒപ്പിടുമ്പോൾ അതിൽ വന്ന സമയം 9:40, 9:45, 10 എന്നൊക്കെ ആ ഒപ്പിന്റെ മുകളിൽ എഴുതാമല്ലോ. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പിടുമ്പോൾ 5, 5:10, 5:15 അങ്ങനെയൊക്കെ എഴുതാമല്ലോ. ആ ഓപ്ഷൻ എന്തുകൊണ്ട് വേണ്ട എന്ന് വെച്ചു എന്ന ചോദ്യം അവിടെ അപ്പോഴും നിൽക്കുകയാണ്. എപ്പോൾ വന്നാലും ഒപ്പിടാം. 10 ആണോ 11 ആണോ 12 ആണോ എന്ന് ആരറിയാൻ? ഒപ്പിട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അത്രമാത്രം ഉറപ്പാക്കിയാൽ മതിയോ? അങ്ങനെയുള്ള ഒരു സംവിധാനമാണോ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്.